അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഞങ്ങളുടെ സഹാക്കൾ വലിയുണ്ട്. നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണി ഒരു പ്രസംഗം നടത്തുന്നു. സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന സമയത്ത് 3 പേരെ കൊലപാതകം ചെയ്ത ഒരു പ്രസംഗം. അത് വലിയ വിവാദമാകുന്നു, രാഷ്ട്രീയ ചർച്ചയാകുന്നു. ആ രാഷ്ട്രീയ ചർച്ചയുടെയൊക്കെ ഒടുവിൽ പിന്നെ എം എം മണി എന്ന അധ്യായത്തിന് ചെറിയ മങ്ങലുണ്ടാകുന്നു. അദ്ദേഹത്തെ അടുത്ത മന്ത്രിസഭയിൽ കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല. അങ്ങനെ ഇടുക്കിയുടെ മലയോരങ്ങളിലും ഇടുക്കി ജനതയ്ക്കിടയിലും തൊഴിലാളികൾക്കിടയിലും ഒക്കെ വലിയ സ്വാധീനമുള്ള എം എം മണി കുറച്ചു നാളത്തേക്ക് നിശബ്ദത പാലിക്കുന്നു. പിന്നീട് അങ്ങനെ വലിയ വിവാദ പ്രസംഗങ്ങളൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി എം എം മണി വേദിയിൽ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്നത്. ആ വിവാദ പ്രസംഗം ഒന്ന് കേൾക്കാം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ഞങ്ങളുടെ സഹാക്കൾ വലിയുണ്ട്. നേരിട്ടടിച്ചിട്ടുണ്ട്. നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നില്ല. ഇവിടെ എത്ര പേര് നമ്മുടെ സഹാക്കളെ, എത്ര ആളുകളെ കൊന്നെന്നറിയോ? എത്ര പേര്? കാമരാജിനെ കൊന്നു, തങ്കപ്പനെ വെട്ടിക്കൊന്നു, നിരവധി ആളുകൾ. അയ്യപ്പദാസ്, പാപ്പമ്മാട് ഭസദ്രാപുത്തർ, അത് വെടിവെച്ച് കൊന്നു ഓരോവർഗം. അതിനെല്ലാം നേരിട്ട് ഞങ്ങള്. തമാശല്ല. നിങ്ങൾ പലരും നേരിട്ട് നിന്ന് അടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നോർത്തപ്പോ നാളെ പോലെ ഇറങ്ങി കവലയിൽ നിന്ന് സംഘർഷം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ എടുത്തത് കിട്ടിയല്ല. നിൽക്കൂ. സമാധാനമില്ലാത്ത പോകരുത് കാണിച്ചാൽ നമ്മുടെ കൂടെ ആരും നിൽക്കുകയല്ല. ആളുകളെ പറയണം, നമ്മളെ അടിച്ചാൽ തിരിച്ചടിച്ചു, അത് കൊള്ളാം. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം. അത് ശരിയായില്ല മണി സഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹാക്കന്മാരും അങ്ങനെ ചെയ്താൽ പിന്നെ പ്രസ്ഥാനം കാണുമോ? കാണില്ല. അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തിരിച്ചടിച്ചെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന്. അതായത് ഒരു കാലത്ത് ഈ പാർട്ടി കേരളത്തിൽ വളർന്നു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പഴയ നേതാക്കന്മാരും താനടക്കമുള്ള നേതാക്കന്മാരൊക്കെ തിരിച്ചടിച്ചതുകൊണ്ടാണ്. അതും നേർക്ക് നേർ തിരിച്ചടിച്ചുകൊണ്ട്. അങ്ങനെ തിരിച്ചടിക്കാതെ ഇരുന്നാൽ പാർട്ടി നശിച്ചു പോകും. പാർട്ടിക്ക് കേരളത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന് പറയുന്നു. തിരിച്ചടിക്കുക ഇനിയും വേണം, ഇനിയും തിരിച്ചടിക്കണം എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആ വേദിയിൽ വെച്ച് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. പാർട്ടിയിലേക്ക് അണികളെ കൂട്ടണമെങ്കിൽ, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ പ്രതിഷേധത്തിൽ ഒരു തിരിച്ചടി നൽകിയില്ല എങ്കിൽ ജനങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധം വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇത്തരത്തിൽ തിരിച്ചടിക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് എം എം മണിയുടെ വേദിയിൽ വെച്ചുള്ള പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവാദപരമായ പരാമർശങ്ങൾ. ആ വിവാദ പ്രസംഗം ഇപ്പോൾ വൈറലാകുന്നതോടുകൂടി വീണ്ടും എം എം മണി എന്ന ഇടത് നേതാവ് നവമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധേയനാവുകയാണ്. അതായത് ഒരു പാർട്ടി വളരണമെങ്കിൽ തിരിച്ചടിക്കണം എന്ന ഒരു ധാരണ അദ്ദേഹം വീണ്ടും അണികൾക്കിടയിൽ ഉയർത്തുകയാണ്. ഇടതുപക്ഷം ഒരു കാലത്ത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ഈ നാട്ടിലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഒഴിവാക്കുവാൻ വേണ്ടി സവർണ മേധാവികളെ അടിച്ചൊതുക്കിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചടിയല്ല ഇപ്പോൾ എം എം മണി ആവശ്യപ്പെടുന്നത്. എം എം മണി ഇവിടെ പാർട്ടി പ്രതിയോഗികളെ തിരിച്ചടിക്കുന്ന കാര്യമാണ് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതും അതുതന്നെയാണ്.
എതിർകക്ഷിയിലുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും തിരിച്ചടിക്കുക എന്ന ഉദ്ദേശം ഒരു പാർട്ടി വേദിയിൽ വെച്ച് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിന് ഏത് തരത്തിൽ ചർച്ചയാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.